ഹായ് ഡേയ്സ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ടേപ്പിനെ കുറിച്ചിട്ടുള്ള ഉപയോഗമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടേപ്പിന് ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് സൈഡ് ഉണ്ട്. ഇത് ഇഞ്ചസ് ആണ് കേട്ടോ. ഈ ഒരു സൈഡ് ഫുൾ ഇഞ്ചസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചസ് ഉപയോഗിക്കുന്നത് ബോഡിയിൽ നിന്ന് അളവെടുക്കാൻ, അതുപോലെ തന്നെ നമുക്കൊരു അളവ് ക്ലോത്തിൽ നിന്നൊക്കെ അളവെടുക്കാൻ, നമ്മൾ എടുത്ത അളവുകൾ തുണിയിലോട്ട് മാർക്ക് ചെയ്യാനാണ് നമ്മൾ ഇഞ്ചസ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ ഇഞ്ചസും വരുന്നുണ്ട്, സെൻറ്റിമീറ്റേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അകലത്തിലുള്ളതെല്ലാം ഇഞ്ചസാണ്, അടുപ്പിച്ച് കാണുന്നതെല്ലാം സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പേർക്കും ഒരുപാട് സംശയമുണ്ട് അതെന്തിനാണ് ഉപയോഗിക്കുന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ബിഗിനേഴ്സിന് ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തുടക്കക്കാർക്ക് ആർക്കെങ്കിലുമൊക്കെ നമുക്കിപ്പോൾ ഒരു ക്ലോത്ത് എത്ര മീറ്റർ വേണം എന്നറിയാൻ അറിയത്തില്ലായിരിക്കും ആർക്കും, കൂടുതൽ പേർക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സപ്പോസ് ഒരു തുണി ഉണ്ടല്ലെങ്കിൽ നിങ്ങളുടെ സാരി, അമ്മയുടെയൊക്കെ പഴയ സാരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടോപ്പ് അടിക്കണം. അപ്പോൾ എത്ര മീറ്റർ തുണി, നിങ്ങൾക്കിപ്പോൾ ഒരു നോർമൽ ടോപ്പാണെങ്കിൽ 2.5 മീറ്റർ തുണി മതി അതിന്. ഓക്കെ, സ്ലീവും കൂടെ ചേർത്തിട്ട്. അപ്പോൾ നിങ്ങൾക്കത് അറിയില്ല എത്രത്തോളം അളന്നെടുക്കണം. സാരി ആകുമ്പോൾ ഒരു 6 മീറ്റർ, 5.5-6 മീറ്ററൊക്കെ വരും. അപ്പോൾ എത്രത്തോളം ക്ലോത്ത് നിങ്ങൾക്ക് വേണമെന്നൊന്നും അറിയത്തില്ല അത് അളന്നെടുക്കാനായിട്ട്. അപ്പോൾ എത്ര മീറ്റർ ആണെന്നാണ് അറിഞ്ഞുകൂടാത്തത്. ഒരു മീറ്റർ എത്രയാണ് എന്നൊന്നും ആർക്കും അറിയത്തില്ലായിരിക്കും. അപ്പോൾ നമുക്ക് അതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ഈ ഒരു ടേപ്പ് വെച്ച് നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ നമ്മൾ എടുക്കുന്ന ഈ ഒരു സൈഡാണ് കേട്ടോ. സെൻറ്റിമീറ്റേഴ്സും ഇഞ്ചസും ഉള്ള ഈ ഒരു സൈഡാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കണ്ടില്ലേ, സെൻറ്റിമീറ്ററിൻ്റെ സൈഡാണ് കേട്ടോ. അടുപ്പിച്ചുള്ള സെൻറ്റിമീറ്റർ 50 സെൻറ്റിമീറ്റർ കണ്ടില്ലേ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ 50 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1/2 മീറ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ 1 തൊട്ട് ഇവിടെ 1 അപ്പോൾ 1 തൊട്ട് നമ്മളൊരു 50, അതായത് 50 പേരെ എത്തുമ്പോൾ നമുക്ക് 1/2 മീറ്റർ ആവും കേട്ടോ. 1/2 മീറ്റർ ക്ലോത്ത് കിട്ടും. അതുപോലെ തന്നെ നമ്മളത് 100 സെൻറ്റിമീറ്റർ നോക്കി, ഇഞ്ചസ് അല്ല ഞാനീ പറയുന്നത്, അടുപ്പിച്ചുള്ള സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ സെൻറ്റിമീറ്ററിൽ 100 സെൻറ്റിമീറ്റർ ആകുമ്പോൾ നമുക്ക് 1 മീറ്റർ ആവും. ഓക്കെ, 1 മീറ്റർ ക്ലോത്ത് നമുക്കവിടെ കിട്ടും 100 സെൻറ്റിമീറ്റർ ആകുമ്പോൾ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വരുമ്പോൾ, അപ്പോൾ നമ്മൾ 1 തൊട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തുണി ക്ലോത്ത് അളക്കുമ്പോൾ ഇവിടെ നിന്ന് 1ൻ്റെ ഭാഗത്ത് തന്നെ വയ്ക്കുക. കറക്റ്റ് ഇതുപോലെ പിടിച്ചത് 100 കണ്ടോ, 100 സെൻറ്റിമീറ്റർ ആകുമ്പോൾ നമുക്ക് 1 മീറ്റർ കിട്ടും. പിന്നെ അതും കൂടുതൽ വരുമ്പോഴത്തേക്കും നമുക്ക് 125 വരുമ്പോൾ സ്വാഭാവികമായിട്ട് 100 സെൻറ്റിമീറ്റർ 1 മീറ്റർ ആണെങ്കിൽ 25 1/4 മീറ്റർ ആയിരിക്കും. അപ്പോൾ 125 ആകുമ്പോൾ 1 മീറ്ററും 1/4 മീറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ 1.25 മീറ്റർ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ 150 ആകുമ്പോൾ 1.5 മീറ്റർ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു ടേപ്പിൽ ഇത് ഒരു 152 സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ കൂടേണ്ട 150. അപ്പോൾ ഒരു 1.5 മീറ്ററാണ് നമ്മുടെ ഒരു ടേപ്പിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ 1.5 മീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ക്ലോത്ത് നമുക്ക് അളന്നെടുക്കാൻ പറ്റും. അപ്പോൾ 100 മീറ്റർ ആകുമ്പോൾ 1 മീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ഭാഗം, ടേപ്പിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് എത്ര മീറ്റർ ക്ലോത്ത് വേണമെന്നുള്ളത് നമുക്കൊന്ന് അളന്ന് നോക്കാൻ പറ്റും കേട്ടോ. അളന്ന് നോക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിൽ ചെന്ന് പറയാനും പറ്റും ഇത്ര മീറ്റർ വേണമെന്നുള്ളത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ക്ലോത്തിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഈ ഒരു ക്ലോത്തിൽ ഇപ്പോൾ ഞാനിത് എത്ര മീറ്റർ ഉണ്ടെന്ന് നോക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ക്ലോത്ത് എത്ര ഉണ്ടെന്ന് അറിയില്ല, കുറച്ചായി ഞാൻ മേടിച്ചിട്ട്. അപ്പോൾ ഇഞ്ചസ് അല്ല കേട്ടോ ഞാൻ വയ്ക്കുന്നത്. ഇത് കണ്ടില്ല, ഇഞ്ചസും സെൻറ്റിമീറ്റേഴ്സും ഉള്ള ഈ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ സെൻറ്റിമീറ്റേഴ്സിൻ്റെ വണ്ണം തുടങ്ങുന്ന ഭാഗം ഉണ്ടല്ലോ, അതേ കറക്റ്റ് ആ ഒരു എഡ്ജിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ ഞാൻ ഈ നോക്കുന്നത്. പിടിച്ച് നോക്കുക കേട്ടോ തുണിയിൽ കറക്റ്റ് എത്രയുണ്ടെന്ന്. അപ്പം നമുക്കിത് 50 വരുമ്പോഴത്തേക്കും 50 സെൻറ്റിമീറ്റർ വരുമ്പോൾ നമുക്ക് 1/2 മീറ്റർ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റിന് ക്ലോത്ത് പിടിച്ച് വെക്കണം കേട്ടോ. പിടിച്ച് ഇതുപോലെ നോക്കുക. കണ്ടില്ല, അപ്പോൾ ഈ ഒരു സൈഡാണ് കേട്ടോ മാറിപ്പോയത് ആർക്കും. ടേപ്പിൻ്റെ ഈ ഒരു സൈഡാണ് എടുക്കുന്നത് നമ്മൾ. അപ്പോൾ ഇത് കറക്റ്റ് നമുക്ക് ഇതുപോലെ കറക്റ്റിന് പിടിച്ച് നോക്കുമ്പോൾ 100 സെൻറ്റിമീറ്റർ കേട്ടോ കറക്റ്റ് പിടിക്കുക. അപ്പോൾ 100 സെൻറ്റിമീറ്റർ എനിക്കിപ്പോൾ ഇവിടെ 1 മീറ്റർ ഉണ്ട് കേട്ടോ. കറക്റ്റ് ഈ ഒരു ക്ലോത്ത് 1 മീറ്റർ ഉണ്ട്. അപ്പോൾ അതെനിക്ക് 100 സെൻറ്റിമീറ്റർ എന്നപ്പോൾ 1 മീറ്ററായി. പിന്നെ ഒരു 3 സെൻറ്റിമീറ്റർ, ഒരു 103 കൂടെ ഉണ്ട് കേട്ടോ. അത് കാര്യമാക്കണം, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വരുന്നൊരു മിസ്റ്റേക്കാണ് കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുന്നതിലുള്ളൊരു വേരിയേഷനാണ് 3 സെൻറ്റിമീറ്റർ. അത് കാര്യമാക്കേണ്ട. അപ്പോൾ ഇത് കറക്റ്റ് എനിക്ക് 1 മീറ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലാണ് നമ്മൾ ക്ലോത്ത് അളന്ന് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 2 മീറ്റർ തുണി വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കാം. ആദ്യം തൊട്ടേ നമ്മൾ എടുത്തിട്ട് 100 മീറ്റർ എവിടെയാണോ വരുന്നത്, 100 മീറ്റർ വന്നു കഴിഞ്ഞാൽ 1 മീറ്റർ ആണല്ലോ.
അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 2 മീറ്റർ വേണമെന്ന് വയ്ക്കുക. ഒരു ടോപ്പിനപ്പോൾ 2 മീറ്ററൊക്കെയാണ് വേണമെന്ന്, 2-2.5. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 2 മീറ്റർ വേണമെന്നുണ്ടെങ്കിൽ 100 മീറ്റർ ഉണ്ടല്ലോ, 100 മീറ്റർ അല്ല, 100 സെൻറ്റിമീറ്റർ. 100 സെൻറ്റിമീറ്റർ എവിടെയാണോ വരുന്നതെന്നുള്ളത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് 100 സെൻറ്റിമീറ്റർ ഇവിടെ വന്നു. ജസ്റ്റ് അവിടെ ഒരു ചോക്ക് കൊണ്ടോ വല്ലതും വല്ല പേന ഉണ്ടായാലും ജസ്റ്റ് ഒരു മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ ഈ ഒരു 1 എന്നുള്ളതുണ്ടല്ലോ, സെൻറ്റിമീറ്ററിൻ്റെ 1 എന്നുള്ളത് വീണ്ടും നമ്മൾ മാർക്ക് ചെയ്തതിൽ വെച്ചിട്ട് വീണ്ടും നമ്മൾ അളന്ന് നോക്കുക. അപ്പം നമുക്ക് വീണ്ടും 100 സെൻറ്റിമീറ്റർ കിട്ടുന്ന വരെ നമ്മൾ നോക്കാം. 100 സെൻറ്റിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 മീറ്ററായി. നേരത്തെ നമ്മൾ 1 മീറ്റർ നമ്മൾ അളന്നിട്ടുണ്ടായിരുന്നു, വീണ്ടും നമുക്ക് 100 സെൻറ്റിമീറ്റർ കിട്ടിയപ്പോൾ 2 മീറ്റർ. അങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അളന്ന് നോക്കാം. 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ, എത്ര വേണമെങ്കിലും തുണി നമുക്കിങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് അളന്ന് നോക്കാം. പിന്നെ ചിലത് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ സാരിയൊക്കെ വാങ്ങിക്കുമ്പോൾ ചില അമ്മമാരൊക്കെ ആയാലും ആരെങ്കിലും പറയുന്നതൊക്കെ വിത്ത് ബ്ലൗസും കൂടെ കാണും. അപ്പോൾ വിത്ത് ബ്ലൗസ് കൂടെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഉടുക്കാൻ തികയോ, എത്ര ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സാരി എത്ര മീറ്ററാണ്, നമ്മൾ എഴുതിയിരിക്കുന്ന അത്രയും തന്നെ ഉണ്ടോ എന്നൊക്കെ അറിയാനും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ ഒന്ന് നോക്കാം. നമുക്കതേ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഒരു 20 ഇഞ്ചാണ് നിങ്ങൾക്കിപ്പോൾ ഒരു ഫുൾ ലെങ്ത്ത് ഒരു ടോപ്പ് അടിക്കാൻ നിങ്ങൾക്കിപ്പോൾ 20 ഇഞ്ച് വേണമെന്ന് വയ്ക്കുക. ഒരു 20 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് ടോപ്പിനെന്ന് വയ്ക്കുക. എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് എത്രത്തോളം തുണി വേണം നമുക്കറിയില്ല. നമുക്കിപ്പോൾ അത്രയും ലെങ്ത്തുള്ളൊരു ടോപ്പ് അടിക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ പോയി തുണി എടുക്കണമെങ്കിൽ അത് എത്ര മീറ്റർ വേണമെന്ന് പറയാൻ പറ്റില്ല. അവിടെ ചെന്ന് നമുക്ക് 20 ഇഞ്ച് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഇത്ര മീറ്റർ തുണി വേണമെന്നാണ് പറയുന്നത്. മീറ്റർ കണക്കാണ് നമ്മൾ ഷോപ്പിൽ തുണി മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം കേട്ടോ. ഈ സൈഡ് തന്നെ എടുക്കുക. അപ്പോൾ അതിൽ ഇഞ്ചസ് നോക്കുക കേട്ടോ. സെൻറ്റിമീറ്റർ അല്ല, അതേ അകലത്തിൽ കാണുന്നത് ഇഞ്ചസ് ആണ്. ആ ഇഞ്ചസ് തന്നെ എടുക്കുക. ഇഞ്ചസ് എടുത്ത് നമ്മൾ ഇതുപോലെ നോക്കുക കേട്ടോ. നോക്കുമ്പോൾ നമുക്ക് 20 ഇഞ്ചല്ലേ ടോട്ടൽ ലെങ്ത്ത് പറഞ്ഞേക്കുന്നത്. ലെങ്ത്ത് വെച്ചിട്ടാണ് കേട്ടോ നോക്കുന്നത്. എത്ര മീറ്റർ വേണം, തുണി എത്ര ഉണ്ടെന്ന് അളക്കുന്നത് ഇഞ്ചസ് വെച്ചിട്ടാണ്, ലെങ്ത്ത് വെച്ചിട്ടാണ് കേട്ടോ, ഫുൾ ലെങ്ത്ത്. അപ്പോൾ 20 ഇഞ്ച് നമുക്ക് നോക്കാം. 20 ഇഞ്ചിൽ 51, 52 എനിക്കിവിടെ സെൻറ്റിമീറ്റർ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഒരു 50 സെൻറ്റിമീറ്റർ എടുക്കാം. തൊട്ടപ്പുറത്ത് തന്നെ 50 സെൻറ്റിമീറ്റർ ഉണ്ട്. 1 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസമൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് 50 ആയിട്ട്, അപ്പം 1/2 മീറ്റർ, 50 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 1/2 മീറ്റർ ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത്ത് മാത്രം 20 ഇഞ്ച്. അപ്പോൾ ബാക്ക് പീസ് നമുക്ക് വേണ്ടേ, ഫ്രണ്ടും ബാക്കും വേണം. ബാക്കും കൂടെ ആകുമ്പോൾ 40 ഇഞ്ചാവും. ബാക്കിൽ 20, ഫ്രണ്ടിൽ 20 ആകുമ്പോൾ 40 ഇഞ്ചാവും. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് 40 ഇഞ്ചും കൂടെ എടുത്ത് നോക്കാം. പിന്നെ അതുപോലെ നമുക്ക് എപ്പോഴും ക്ലോത്ത് എടുക്കാൻ പോകുമ്പോൾ നിങ്ങളൊരു 10 ഇഞ്ച് കൂടെ എക്സ്ട്രാ പറയണം. കാരണം നമുക്ക് തുണി അധികം വന്നാലും കുഴപ്പമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോഡലൂടെ നമുക്ക് അറ്റാച്ച് ചെയ്യുക ചെയ്യാം. പക്ഷേ നമുക്ക് തുണി കുറഞ്ഞു പോകരുത്. അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു 10 ഇഞ്ചെങ്കിലും കൂട്ടി എടുത്തിട്ടാണ് നമ്മൾ ക്ലോത്ത് നമ്മൾ മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 20 ബാക്കും ഫ്രണ്ടും ബാക്കും കൂടെ 40 ഇഞ്ചാവും. 40 ഇഞ്ച്. പിന്നെ അതിൻ്റെ ഉള്ളൊരു 10 ഇഞ്ചും കൂടെ എക്സ്ട്രാ നമ്മൾ ഇട്ടേക്കണം എപ്പോഴും. നമുക്കിപ്പോൾ അടി മടക്കി അടിക്കണം, അതുപോലെ തന്നെ ഷോൾഡർ ജോയിൻ ചെയ്യണം, അതിനൊക്കെ 2-3 ഇഞ്ച് അങ്ങനെ പോവും. പിന്നെ നമുക്ക് എങ്ങനെ പോയാലും ഒരു 10 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് വേണം നമ്മളെപ്പോഴും ക്ലോത്ത് നമ്മൾ ഷോപ്പിൽ ചെന്ന് എടുക്കാനായിട്ട്. അപ്പോൾ ഒരു 40-നോട് 10 ഇഞ്ച് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 50 ഇഞ്ച് കിട്ടും. കണ്ടോ, 50 ഇഞ്ചിൻ്റെ തൊട്ട് താഴെ തന്നെ കണ്ടോ ഇപ്പുറ സൈഡ് നമുക്ക് സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ എത്ര 127 സെൻറ്റിമീറ്റർ, 128 സെൻറ്റിമീറ്ററാണ് ഇവിടെ കിടക്കുന്നത്. നമുക്കിപ്പം അത്രയും ഇപ്പോൾ 127, 28 ആകുമ്പോൾ 1.25 ശകലം കൂടി 1-2 സെൻറ്റിമീറ്റർ കൂടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് തൊട്ടപ്പുറത്ത് 49 ഇഞ്ചിൻ്റെ നേർക്ക് 125 സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ 1 ഇഞ്ച് നമുക്ക് കുറഞ്ഞിട്ടുള്ളൂ. നമ്മൾ 10 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വലിയ കുഴപ്പം വരത്തില്ല. അപ്പം നിങ്ങൾക്ക് 1.25, 125, 100 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 1 മീറ്ററാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 25, 1.25 മീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ 125 സെൻറ്റിമീറ്റർ, 1.25 മീറ്റർ. അപ്പോൾ 1.25 മീറ്റർ നിങ്ങൾക്ക് തുണി മുറിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് 20 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു ടോപ്പ് അടിക്കാൻ പറ്റും. പിന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് സ്ലീവൊക്കെ ആണെങ്കിൽ നോർമൽ സ്ലീവൊക്കെ നമുക്ക് അതിൽ തന്നെ പറ്റും കേട്ടോ. അതിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള തുണി കാണും. പിന്നെ അതല്ല നിങ്ങൾക്ക് 3/4 ഒക്കെ ആണെങ്കിൽ അതും ഇതുപോലെ തന്നെ നോക്കുക, എത്രത്തോളം ലെങ്ത് ഉണ്ട്, സ്ലീവിന് എത്രത്തോളം ലെങ്ത് ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ഇഞ്ചസ് നോക്കുക കേട്ടോ. ഇഞ്ചിൽ നോക്കിയിട്ട് അതിൻ്റെ നേർക്കുള്ള എത്രയാണോ സെൻറ്റിമീറ്റർ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് തുണി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 25 വരെയാണ്, 25 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1/4 മീറ്റർ, 50 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ 1/2 മീറ്റർ, 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1 മീറ്റർ. ഇപ്പം നിങ്ങൾക്ക് 3/4 75 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 3/4 മീറ്റർ തുണിയാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേപ്പിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് എത്രത്തോളം തുണി വേണമെന്ന് നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള തുണി എത്ര മീറ്റർ ഉണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഇനി നമുക്ക് എത്ര തുണി വേണം, നമ്മളെ കയ്യിലുള്ള നമ്മളൊരു സാരിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് അത്രയും വേണ്ട, നമുക്ക് 2 മീറ്ററോ 3 മീറ്ററോ മതിയെങ്കിൽ അത് നമുക്ക് അളന്ന് മുറിച്ചെടുക്കാൻ പറ്റും.
അപ്പോൾ അതിനെല്ലാം നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വശം കൊണ്ട് നമുക്ക് ഈ ഒരു ഉപയോഗങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും അറിഞ്ഞൂടാത്ത ഒരുപാട് പേര് കാണും. അറിയാവുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ, അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. കുറച്ച് പേർക്കെങ്കിലും അറിഞ്ഞൂടാത്തതാണ്. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിക്കാണ്ട് ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മളിത് ലെങ്ത്തിന് നീളം വയസ്സിന് വേണം നമ്മളിതുപോലെ അളന്ന് നോക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ല ഇവിടെ 100 മീറ്റർ അല്ല 100 സെൻറ്റിമീറ്റർ 100 സെൻറ്റിമീറ്റർ വരികയാണെങ്കിൽ 1 മീറ്ററാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കൊക്കെ ബൈ.